Hello friends, welcome to our channel Study Corner with Abhi. ഇന്ന് നമ്മൾ പഠിക്കുന്ന ടോപ്പിക് ക്ലാസിഫിക്കേഷൻ ഓഫ് നമ്പേഴ്സ് എന്നതാണ്. ഇത് എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് യൂട്യൂബ് ക്ലാസ്സിലെ. എൻ്റെ ക്ലാസ്സസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എൻ്റെ പേര് അബി എന്നാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ തന്നെ മാത്സിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഓഫ് നമ്പേഴ്സിനെ പറ്റി അറിയുമ്പോഴാണ് നമുക്ക് കണക്കുകൾ അങ്ങോട്ട് കൃത്യമായി ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇത് അറിയുന്നവരുണ്ടാവും, അറിയാത്തവരുണ്ടാവും. അപ്പോൾ അറിയാത്തവർക്കായിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തുടർന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ടോപ്പിക്കിലോട്ട് പോവാം. ക്ലാസിഫിക്കേഷൻ ഓഫ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ ഈ ബുക്കിൽ എഴുതിയിരിക്കുന്ന പോലെ ഇത്രത്തോളം നമ്പേഴ്സിനെ പറ്റിയിട്ട് നമ്മൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിൻ്റെ മലയാളം ഇതും ഇംഗ്ലീഷുമായിട്ടാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് നമ്പേഴ്സിലെ നാച്ചുറൽ നമ്പേഴ്സ് എന്താണെന്ന് അറിയണം. ഹോൾ നമ്പേഴ്സ്, ഇൻറ്റീജേഴ്സ്, റേഷണൽ നമ്പർ, ഇറേഷണൽ നമ്പർ, റിയൽ നമ്പേഴ്സ്, പ്രൈം നമ്പേഴ്സ്, കമ്പോസിറ്റ് നമ്പേഴ്സ്, ഈവൻ നമ്പേഴ്സ്, ഓഡ് നമ്പേഴ്സ്, ഇത്രയും നമ്പേഴ്സിനെ പറ്റിയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ അസെൻഡിങ് ഓർഡർ, ഡിസെൻഡിങ് ഓർഡർ, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാലും ഇതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് നമ്പേഴ്സിൽ ഫസ്റ്റ് തന്നെ നമുക്ക് നാച്ചുറൽ നമ്പേഴ്സ് എന്താണെന്ന് നോക്കാം. നാച്ചുറൽ നമ്പേഴ്സ് എന്നത് എണ്ണൽ സംഖ്യകളാണ്. നമ്മൾ നോർമലി എണ്ണാനായിട്ട് ഉപയോഗിക്കുന്ന സംഖ്യകളാണ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. നാച്ചുറൽ നമ്പേഴ്സിനെ നമ്മൾ എൻ എന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 1, 2, 3, 4, 10, 100 ഇങ്ങനെയൊക്കെ പോകുന്ന നാച്ചുറൽ നമ്പേഴ്സിനെയാണ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ എണ്ണാനൊക്കെ ഉപയോഗിക്കുന്നത് 3 പുസ്തകം വാങ്ങി, 4 പെൻ വാങ്ങി എന്നൊക്കെ നമ്മൾ പറയുന്ന ആ സംഖ്യകൾ, അത്രയേ ഉള്ളൂ കേട്ടോ നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ അടുത്ത ഹോൾ നമ്പേഴ്സാണ്. ഹോൾ നമ്പേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാച്ചുറൽ നമ്പേഴ്സിനായി കൂടെ 0 എന്ന ഇതും കൂടെ ഉൾപ്പെടുന്നതിനെയാണ് എന്തെന്ന് ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഹോൾ നമ്പേഴ്സിനെ നമ്മൾ W എന്ന അക്ഷരം കൊണ്ട്, ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഇതിൽ 0, 1, 2, 3 അങ്ങനെ പോകുന്ന നമ്പേഴ്സിനെയാണ് ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നാച്ചുറൽ നമ്പേഴ്സും 0യും കൂടെ ചേർന്ന് വരുന്നതിനെയാണ് എന്തെന്ന് ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അടുത്ത ഇൻറ്റീജേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നെഗറ്റീവ് ഡിജിറ്റ്സ് ഉണ്ടാവും, 0 ഉണ്ട്, പോസിറ്റീവ് ഡിജിറ്റ്സ് ഉണ്ട്. ഇതിൽ നമ്മൾ ഈ നാച്ചുറൽ നമ്പേഴ്സ്, ഹോൾ നമ്പേഴ്സ് എല്ലാം കൂടെ ചേർന്ന് വരുന്നതാണ് ഇൻറ്റീജേഴ്സ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ -3, -2, -1, 0, 1, 2, 3, 4 ഇങ്ങനെ പോകുന്ന ഒരു സീരീസിനെ കണ്ടു കഴിഞ്ഞാൽ ഇത് ഇൻറ്റീജേഴ്സ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം നെഗറ്റീവ് ഉണ്ട്, 0 ഉണ്ട്, 1, 2, 3 ഉണ്ട്. അപ്പോൾ പോസിറ്റീവും നെഗറ്റീവും 0യും ഒക്കെ ചേർന്ന് വരുന്നതിനെയാണ് ഇൻറ്റീജേഴ്സ് എന്ന് പറയുന്നത്. ഇതിൽ 2.5, 3.5 എന്ന് വെച്ചാൽ ഇങ്ങനെ ഡെസിമൽസിനെ ഒന്നും ഇൻറ്റീജേഴ്സ് ആയിട്ട് നമ്മൾ പറയാറില്ല കേട്ടോ. ഇത് ഡെസിമൽസ് വന്നു കഴിഞ്ഞാൽ അത് ഇൻറ്റീജേഴ്സ് അല്ല. അതുപോലെ തന്നെ ഫ്രാക്ഷൻസ് വന്നാലും അത് ഇൻറ്റീജേഴ്സ് അല്ല കേട്ടോ. അപ്പോൾ ഇൻറ്റീജേഴ്സിനെ Z എന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. ഇനി അടുത്ത് നമുക്ക് റാഷണൽ നമ്പർ എന്താണെന്ന് നോക്കാം. റാഷണൽ നമ്പേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ P/Q എന്ന ഫോമിൽ എഴുതാൻ പറ്റുന്നവയാണ് എന്തെന്ന് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇതിൽ P എന്ന സ്ഥാനത്ത് സൂചിപ്പിക്കുന്നത് ന്യൂമറേറ്റർ എന്നും Q എന്നത് ഡിനോമിനേറ്റർ എന്നാണ് നമ്മൾ പറയാറ് കേട്ടോ. അപ്പോൾ ഇതിൽ Q എന്ന ഫോമിൽ എഴുതുമ്പോൾ Q ഒരിക്കലും 0 ആവത്തില്ല കേട്ടോ. Q ഒരിക്കലും 0 ആവത്തില്ല എന്നുള്ളത് ഓർത്ത് വെച്ചേക്കണം. Q ഒരിക്കലും 0 ആവത്തില്ല കേട്ടോ. അപ്പോൾ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എല്ലാം ഇൻറ്റീജേഴ്സ് ആയിരിക്കും. ഇൻറ്റീജേഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പഠിച്ചത് തന്നെയാണ്. എന്ന് വെച്ചാൽ -3 ഇതൊക്കെയാണല്ലോ, -3, 0, 2 ഇതൊക്കെ എന്താ ഇൻറ്റീജേഴ്സ് ആയിട്ട് വരുന്നവയാണ്. അപ്പോൾ നമുക്ക് P/Q എന്ന ഫോമിൽ എഴുതുമ്പോഴത്തേക്കും 2/3, -5/7, 8/1, അടുത്ത 0/1 ഇവയൊക്കെ എന്താണ് റാഷണൽ നമ്പേഴ്സാണ് കേട്ടോ. താഴെ ഒരിക്കലും 0 വരാൻ പാടില്ല എന്നേ ഉള്ളൂ. മുകളിൽ 0 വരും. 0 വന്നാലും റാഷണൽ നമ്പേഴ്സാണ്. പക്ഷേ Q എന്ന സ്ഥാനത്ത് ഒരിക്കലും 0 വരില്ല. ഇത് മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ 0.5 എന്നതും എന്താണ് നമുക്ക് ഫ്രാക്ഷനായിട്ട് അല്ലെങ്കിൽ ഒരു റാഷണൽ നമ്പർ ആക്കാൻ നമുക്ക് പറ്റും. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ 0.5 എന്ന് പറയുന്നത് 1/2 അല്ലേ. അപ്പോൾ ഇത് 0.5 എന്നത് 1/2 ആവുന്നത് കൊണ്ട് തന്നെ ഇത് റാഷണൽ നമ്പറാണ്. അതുപോലെ തന്നെ 0.75 നമുക്ക് 3/4 എന്ന് എഴുതാം. അപ്പോൾ ഇതിനെയൊക്കെയാണ് എന്തെന്ന് റാഷണൽ എന്ന് പറയുന്നത്. നമുക്കിതിനെ റാഷണൽ ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ ഫ്രാക്ഷണൽ രൂപത്തിൽ എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇവയെല്ലാം എന്താണ് റാഷണൽ നമ്പേഴ്സാണ്. റാഷണൽ നമ്പേഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ റാഷണൽ നമ്പർ P/Q എന്ന ഫോമിൽ എഴുതാൻ പറ്റുമെന്നാണ് പഠിച്ചതെങ്കിൽ ഇറാഷണൽ നമ്പർ P/Q എന്ന ഫോമിൽ എഴുതാൻ പറ്റാത്തവയാണ് ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. P/Q എന്ന് ഈ ഫോമിലോട്ട് ഒരിക്കലും എഴുതാൻ പറ്റാത്തവയാണെന്ത് ഇറാഷണൽ നമ്പേഴ്സ്. എക്സാമ്പിളായിട്ട് √2, √3 ഇവയൊന്നും എന്താണ്
അപ്പം നമുക്ക് ഫ്രാക്ഷണൽ അല്ലെങ്കിൽ നമ്മൾ റാഷണൽ P/Q എന്ന് എഴുതിയ പോലെ ഇതൊരിക്കലും നമുക്ക് P/Q എന്ന ഫോമിൽ എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇത് എന്താണ്, ഇറാഷണൽ നമ്പേഴ്സാണ്. കാരണം ഇതിൻ്റെ ഡെസിമൽസിന് അവസാനമില്ല, അങ്ങനെ പോകുന്നവയാണല്ലോ. അതുകൊണ്ട് തന്നെ ഇതിന് നമുക്ക് P/Q എന്ന ഫോമിൽ എഴുതാൻ പറ്റില്ല. അവയാണ് ഇറാഷണൽ നമ്പേഴ്സ് എന്ന്. അടുത്ത് നമ്മൾ റിയൽ നമ്പേഴ്സാണ്. അടുത്തതായി നമ്മൾ നോക്കുന്നത് റിയൽ നമ്പേഴ്സാണ്. റിയൽ നമ്പേഴ്സ് എന്ന് വെച്ചാൽ വാസ്തവിക സംഖ്യകളാണ്. റിയൽ നമ്പേഴ്സിനെ നമ്മൾ എന്താണ്, R എന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. റിയൽ നമ്പേഴ്സിനെ R എന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ റിയൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ പഠിച്ച എല്ലാ തരം സംഖ്യകളും കൂടെ ചേരുന്നതിനാണ് റിയൽ നമ്പേഴ്സ് എന്ന് പറയുക. എന്ന് വെച്ചാൽ നാച്ചുറൽ, ഹോൾ, ഇൻറ്റീജേഴ്സ്, റാഷണൽ, ഇറാഷണൽ, ഇവയെല്ലാം കൂടി ചേരുന്നവയാണ് റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. റിയൽ നമ്പേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞതെല്ലാം തന്നെയാണ് കേട്ടോ. റിയൽ നമ്പേഴ്സിന് എക്സാമ്പിൾസ് എന്താ പറയുക? എക്സാമ്പിളായിട്ട് നമുക്ക് -3, 0, 5, 1/2, √2, π, ഇങ്ങനെയൊക്കെ ഉള്ളതെല്ലാം കൂടെ ചേർന്ന് വരുന്നതാണെന്ത്, റിയൽ നമ്പേഴ്സ്. ഇതെല്ലാത്തിനെയും നമ്മൾ റിയൽ നമ്പേഴ്സ് എന്നാണ് പറയുക കേട്ടോ. ഈ റിയൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നാച്ചുറൽ നമ്പേഴ്സ്, ഹോൾ നമ്പേഴ്സ്, ഇൻറ്റീജേഴ്സ്, റാഷണൽ നമ്പേഴ്സ്, ഇറാഷണൽ നമ്പേഴ്സ്, ഇവയെല്ലാം കൂടി വരുന്നവയാണ് റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി റിയൽ നമ്പേഴ്സ് അല്ലാത്തവയുണ്ട്. അതിന് നമ്മൾ ഇമാജിനറി നമ്പർ എന്ന് പറയും. ഇമാജിനറി നമ്പർ എന്ന് പറഞ്ഞാൽ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ റൂട്ട് കാണുന്നവയാണ് ഇമാജിനറി നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ്, ഇതിനെ ഇങ്ങനെ ഒരു വാല്യൂ ആയിരിക്കും കിട്ടുക. അതുപോലെ തന്നെ √-4 എന്ന് വെച്ചാൽ 2i ഇങ്ങനെയായിരിക്കും കിട്ടുക. അപ്പോൾ ഇങ്ങനെയുള്ള വാല്യൂസ് വരുന്നവയാണ് ഇമാജിനറി നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇതൊക്കെ എന്താണ്, ഇമാജിനറി നമ്പേഴ്സാണ്. അതുപോലെ തന്നെയാണ് ഇതിൽ വരുന്നവയാണ് കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു റിയൽ നമ്പറും ഒരു ഇമാജിനറി നമ്പറും കൂടെ ചേർന്ന് വരുന്നവയെ കോംപ്ലക്സ് നമ്പർ എന്ന് പറയും. എന്ന് വെച്ചാൽ 3 + 2i എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇത് എന്താണ്, റിയൽ നമ്പറാണ്. ഇത് ഇമാജിനറിയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്ന് വരുന്നവയായതുകൊണ്ട് ഇതിനെ നമ്മൾ എന്തെന്ന് പറയും, കോംപ്ലക്സ് നമ്പർ എന്ന് പറയും. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് പ്രൈം നമ്പേഴ്സാണ്. അത് നമുക്കിവിടെ നോക്കാം. പ്രൈം നമ്പേഴ്സാണ്. പ്രൈം നമ്പേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 എന്ന സംഖ്യയും ആ സംഖ്യ നമ്മൾ ഏതാണോ എടുക്കുന്ന ആ സംഖ്യയും മാത്രം ഫാക്ടേഴ്സായി വരുന്നവയാണ് എന്തെന്ന് പറയുന്നത്, പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് നമുക്ക് 2 എന്നൊരു ഇതെടുക്കാം. അപ്പോൾ 2 എന്നതിനെ നമുക്കെന്താ, 1ഉം 2ഉം എന്ന 2 ഫാക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. ഈ രണ്ട് ഫാക്ടേഴ്സ് വരുന്നവയാണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ആ 2 ഫാക്ടേഴ്സും എന്താണ്, 1ഉം പിന്നെ ആ സംഖ്യയുമായിരിക്കും. കണ്ടോ, 2ഉം പിന്നെ 1ഉം ഇങ്ങനെ വരുന്നതാണ്. 3ഉം അങ്ങനെ ഒരു സംഖ്യയാണ് കേട്ടോ. 1ഉം 3ഉം ഇങ്ങനെ 2 സംഖ്യ ഫാക്ടേഴ്സ് മാത്രമേ കാണുള്ളൂ. അത് ആ സംഖ്യയും 1 എന്ന സംഖ്യയും മാത്രമായിരിക്കും കേട്ടോ. അത് ഇപ്പോൾ ഒന്നിൽ കൂടുതൽ ഫാക്ടേഴ്സ് വരികയാണെങ്കിൽ അത് പ്രൈം നമ്പേഴ്സ് അല്ല. അതിനെ നമ്മൾ എന്താണ്, കോമ്പോസിറ്റ് നമ്പർ എന്നാണ്. അത് നമ്മൾ പഠിക്കുമായിരുന്നു. അപ്പോൾ ഇതെന്താണ്, 2 ഫാക്ടേഴ്സ് വരുന്നവ മാത്രം, എന്ന് വെച്ചാൽ 1ഉം ആ നമ്പറും മാത്രം വരുന്ന ഫാക്ടേഴ്സ് വരുന്നവയാണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ആദ്യത്തെ 100 വരെയുള്ള പ്രൈം നമ്പേഴ്സാണ്. ആ പ്രൈം നമ്പേഴ്സ് എത്രയൊന്ന് കാണാതെ ബൈഹാർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഏറ്റവും ചെറിയ പ്രൈം നമ്പർ എന്ന് പറയുന്നത് 2ആണ്. 2ആണ് എന്താണ്, സ്മോളസ്റ്റ് പ്രൈം നമ്പർ. 2ആണ് സ്മോളസ്റ്റ് പ്രൈം നമ്പർ. അതുപോലെ തന്നെ 2ആണ് ആകെയുള്ള ഓൺലി ആൻഡ് ഈവൻ നമ്പർ. ഈവൻ നമ്പറായിട്ടുള്ള പ്രൈം നമ്പർ, ഈവൻ പ്രൈം നമ്പർ. ബാക്കിയെല്ലാം ഒറ്റ സംഖ്യകളാണ്. എന്ന് വെച്ചാൽ ഓഡ് നമ്പേഴ്സാണ് ബാക്കിയുള്ള പ്രൈം നമ്പേഴ്സ് എല്ലാം. 2 എന്നത് മാത്രമേ ഉള്ളൂ ഈവനായിട്ട് കിട്ടും. അടുത്തിനി നമുക്ക് കോമ്പോസിറ്റ് നമ്പർ.
കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ പ്രൈം നമ്പേഴ്സിൽ രണ്ട് ഫാക്ടേഴ്സേ വരുള്ളൂ. അവയാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ രണ്ടിൽ കൂടുതൽ ഫാക്ടേഴ്സ് വരുന്നവ, ഒന്നും ആ സംഖ്യയും അല്ലാതെ വേറെയും ഫാക്ടേഴ്സ് വരുന്ന നമ്പേഴ്സിനെയാണ് കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് 4, 6, 8, 10, 12 ഇവയെല്ലാം ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ് കേട്ടോ. ഇതിൽ 6 എന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 6ന് ഫാക്ടേഴ്സായിട്ട് 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 6 ഉണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ 2ൽ കൂടുതൽ വരുന്ന ഫാക്ടേഴ്സ് ആയതുകൊണ്ട് ഇതിനെ നമ്മൾ എന്തെന്ന് പറയും? കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയും. ഏറ്റവും ചെറിയ കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയുന്നത് 4 ആണ് കേട്ടോ. ഇവിടെ 4 എന്നതാണ് ഏറ്റവും ചെറിയ കോമ്പോസിറ്റ് നമ്പർ. അടുത്ത് നമ്മൾ പഠിക്കുന്നതാണ് ഈവൻ നമ്പേഴ്സ്. ഓക്കെ, ഈവൻ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരട്ട സംഖ്യയാണ്. 2 കൊണ്ട് ഹരിക്കാൻ കഴിയുന്നവയാണ് എന്ത്? ഈവൻ നമ്പേഴ്സ്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. എത്ര വലിയ സംഖ്യയാണെങ്കിലും അവസാനത്തെ അക്കം എന്ന് വെച്ചാൽ ഒൺസിൽ വരുന്നത് 0, 2 എന്ന് വെച്ചാൽ ലാസ്റ്റ് ഡിജിറ്റ് ഒൺസിൽ വരുന്നത് 0, 2, 4, 6, 8 ഇങ്ങനെ ആയിരിക്കും ഈവൻ നമ്പേഴ്സ് കാണപ്പെടുക. ഈവൻ നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് എപ്പോഴും 0 ആയിരിക്കും. ഈവൻ നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് 2 ആയിരിക്കും എപ്പോഴും. എന്ന് വെച്ചാൽ 6 - 4 = 2. അതുപോലെ തന്നെ 8 - 6 = 2. ഇങ്ങനെ എപ്പോഴും ഇതിൻ്റെ ഡിഫറൻസ് 2 ആയിരിക്കും. അപ്പോൾ പോസിറ്റീവ് ഈവൻ നമ്പറാണ് 2 കേട്ടോ. പോസിറ്റീവ് ആയിട്ടുള്ള ഈവൻ നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. അതുപോലെ തന്നെ 0 എന്നത് ഒരു ഈവൻ നമ്പറാണ് കേട്ടോ. 0യും ഒരു ഈവൻ നമ്പറാണ്. ഇനി നമുക്ക് ഓഡ് നമ്പർ എന്ന് നോക്കാം. ഓഡ് നമ്പേഴ്സ് എന്ന് വെച്ചാൽ ഒറ്റ സംഖ്യകളാണ്. എന്ന് വെച്ചാൽ ഒൺസ് ഡിജിറ്റിൽ 1, 3, 5, 7, 9 ഇങ്ങനെ ആയിരിക്കും കാണുക. ഇവയെല്ലാം എന്താണ്? ഓഡ് നമ്പേഴ്സാണ്. 2 കൊണ്ട് ഹരിക്കാൻ പറ്റാത്തവയാണ് എന്ത്? ഓഡ് നമ്പേഴ്സ് എന്ന് പറയാം. നമുക്ക് ഈവൻ നമ്പേഴ്സിനെ 2 കൊണ്ട് ഹരിക്കാൻ നമുക്ക് പറ്റും, പക്ഷെ ഓഡ് നമ്പേഴ്സ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇവിടെയും ഡിഫറൻസ് എന്ന് പറയുന്നത് 2 തന്നെയാണ് കേട്ടോ. ഇവിടെയും ഡിഫറൻസ് എന്ന് പറയുന്നത് 2 തന്നെയാണ്. 5 - 3 = 2 ആണ്. 9 - 7 = 2 ആണ്. അപ്പം ഇവിടെയും ഡിഫറൻസ് 2 തന്നെയാണ് കേട്ടോ. പോസിറ്റീവ് ഓഡ് നമ്പർ എന്ന് പറയുന്നത് 1 ആണ് കേട്ടോ. പോസിറ്റീവ് ഓഡ് നമ്പർ 1 ആണ്. അപ്പോൾ ഇതാണ് ഓഡ് നമ്പർ. അപ്പോൾ അസെൻഡിങ് ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മോളിൽ നിന്ന് ലാർജിലേക്ക് പോകുന്ന സംഖ്യകളാണ് കേട്ടോ. അസെൻഡിങ് ഓർഡർ എന്ന് പറയുന്നത് സ്മോളസ്റ്റിൽ നിന്ന് ലാർജസ്റ്റിലേക്ക് പോവുകയാണ്. സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ് ഇങ്ങനെ പോകുന്നതിനെയാണ് എന്ത്? അസെൻഡിങ് ഓർഡർ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ 1, 2, 3 ഇങ്ങനെ പോകുന്നവ കൂടി പോകുന്ന ഇതിനെയാണ് എന്ത്? അസെൻഡിങ് ഓർഡർ എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് ഡിസെൻഡിങ് ഓർഡർ എന്ന് വെച്ചാൽ, ഇപ്പോൾ ഡിസെൻഡിങ് ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാർജസ്റ്റ് ടു സ്മോളസ്റ്റ്. അസെൻഡിങ് ഓർഡറിൻ്റെ ഓപ്പോസിറ്റ് വെർഷനാണ് ഡിസെൻഡിങ് ഓർഡർ കേട്ടോ. എന്ന് വെച്ചാൽ വലിയ സംഖ്യയിൽ നിന്നും ചെറിയ സംഖ്യയിലോട്ട് പോകുന്നവയാണ് ഡിസെൻഡിങ് ഓർഡർ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ 10, 9, 8, 7, 6 ഇങ്ങനെ പോകുന്നവയാണ് എന്ത്? ഡിസെൻഡിങ് ഓർഡർ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ശരി, അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് ക്ലാസിഫിക്കേഷൻ ഓഫ് നമ്പേഴ്സ് എന്നതായിരുന്നു. ക്ലാസിഫിക്കേഷൻ ഓഫ് നമ്പേഴ്സിൽ ഇന്ന് നമ്മൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക കേട്ടോ. ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായും കമൻറ്റ് ഇടണം. ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും പോരായ്മകളോ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ലതായിട്ട് തോന്നിയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ പറയണം കേട്ടോ. ഇനി നെക്സ്റ്റ് വീഡിയോ മുതൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം, അങ്ങനെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും കമൻസിൽ പറയാം. പറ്റുന്നതാണെങ്കിൽ ഞാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.